ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. ഡീസൽ എഞ്ചിൻസിൻ്റെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവ് കൂടുതലാണോ എന്നുള്ളതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് പാർട്ട് കാണുക. അപ്പോൾ ഇത് ഒരു 3 സിലിണ്ടർ ബീറ്റ് ഡീസൽ എഞ്ചിൻ്റെ ഹെഡാണ്. നമ്മളിതിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വാൽ സീറ്റുകൾ പുതിയതാണ്, ഹെഡ് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സ്റ്റെം സീലുകളെല്ലാം പുതിയതാണ്. അങ്ങനെ പക്ക ഇതിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. പിന്നെ ഡീസൽ എഞ്ചിൻസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന സംഭവമാണ് ഇഞ്ചക്ടേഴ്സും പമ്പും. എഞ്ചിൻ റീബിൽഡ് ചെയ്യാൻ നേരത്തെ ഇഞ്ചക്ടർ ടെസ്റ്റിങ്ങിന് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ അത് വേണ്ട രീതിയിൽ കാലിബ്രേഷൻ ചെയ്ത് പമ്പ് കറക്റ്റായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പവർ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ പണിതിറക്കിയില്ലെങ്കിൽ ഇഞ്ചൻ പണിതത് ചിലപ്പം വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. വീണ്ടും കംപ്ലയിൻറ്റ് വരാനോ പിസ്റ്റനോ കണക്ടറിൻ്റെ ആണോ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉള്ള കേസാണ്. അപ്പം ഈ ഒരു പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞാൽ 3 സിലിണ്ടർ എഞ്ചിനാണെങ്കിലും നമ്മുടെ സ്വിഫ്റ്റിൻ്റെ പമ്പിനെക്കാട്ടിലും ഇതിന് ഇച്ചിരി ചിലവ് കൂടുതലുണ്ട്. ഇതിന് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു 3 ഇഞ്ചക്ടറും പമ്പും ചെയ്യുമ്പോഴത്തേക്ക് അപ്രോക്സ് ഒരു 16 മുതൽ 18 രൂപ വരെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബ്ലോക്കിൻ്റെ കംപ്ലീറ്റ് സർവീസ് കഴിഞ്ഞ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുതിയ ബിയറിങ്സ്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പോളിഷിങ്, കണക്ടർ റാഡിൻ്റെ പുതിയ ബിയറിങ്സ് പോളിഷിങ്, പിന്നെ നമ്മുടെ ബാലൻസർ ഷാഫ്റ്റ് ചെയ്തതിന് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിന് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് ബിയറിങ് വേറെ വരുന്നില്ല, ഇൻബിൽറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ക്ലിയറൻസ് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലൈ വീല് കറക്റ്റാണ്. ഫ്ലൈ വീല് നമ്മൾ പ്രോപ്പറായിട്ട് ഒന്നും കൂടി സാൻഡ് പേപ്പർ വെച്ചൊന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, കുഴപ്പമില്ല, റീയൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് മാറേണ്ട കേസ് ഉണ്ടെങ്കിൽ ഇതും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. 8 to 10 രൂപ വരെ പുതിയതിന് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു ടൈമിംഗ് മാർക്കാണ് കേട്ടോ. നമ്മളെപ്പോഴും സ്വിഫ്റ്റും ബീറ്റ പോലെയുള്ള വണ്ടിയൊക്കെ നമ്മൾ നമ്മുടെ ക്രാങ്ക് കേസിൻ്റെ അടിയിൽ നിന്നായിരിക്കുമല്ലോ ക്രാങ്കിൻ്റെ ലോക്ക് ചെയ്യുന്നത്. അതിന് പകരം ഇവിടെ ഒരു ലോക്കുണ്ട്. അത് കറക്റ്റ് നിർത്തി കഴിഞ്ഞാൽ ക്രാങ്ക് കേസിൻ്റെ അടിയിലത്തെ ഭാഗത്ത് ലോക്ക് ചെയ്യുന്ന ഒരു ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ബ്ലോക്കിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പിസ്റ്റൺ എല്ലാം പുതിയതാണ്. അപ്പോൾ ഷെവർലയുടെ കിട്ടുന്നില്ല എങ്കിൽ സുസുക്കിയുടെ പിസ്റ്റൺ സെയിം സൂട്ടബിൾ ആണ്. കോസ്റ്റ് ഉണ്ട്, പിസ്റ്റണും റിങ്സും നമ്മൾ പുതിയ എടുക്കുമ്പോഴത്തേക്ക് നല്ല കോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഹെഡും ബ്ലോക്കും പണിത് വരുമ്പോഴത്തേക്ക് ഒരു 30 to 35 ഒക്കെ റേഞ്ച് പോകാൻ ചാൻസ് ഉണ്ട് ഈ രീതിയിലുള്ള എൻജിൻസിന് മെനക്ക് പണിയുകയാണെങ്കിൽ. ഇതിനകത്ത് നമ്മളും ചെയ്തിട്ടില്ല, നമ്മൾ പുതിയ സ്ലീവ് ഇറക്കിയിട്ട് പുതിയ പിസ്റ്റൺ ഇട്ടേക്കുമാണ് ചെയ്തേക്കുന്നത്. ബോറിംഗ് എന്നുള്ള പരിപാടി നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല. പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള GMൻ്റെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഗ്യാസ്കറ്റാണ് വാങ്ങിയേക്കുന്നത്. ഗ്യാസ്കറ്റ് ഇതാണ് നമ്മുടെ GMൻ്റെ ഗ്യാസ്കറ്റ്. ലോക്കൽ ഗ്യാസ്കറ്റ് ചിലത് കൊള്ളാം, ചിലത് കൊള്ളില്ല. അപ്പോൾ നമുക്ക് പരമാവധി ട്രൈ ചെയ്യുന്നത് ഒറിജിനൽ വയ്ക്കാന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈ GMൻ്റെ അതിൻ്റെ എംബ്ലമും അതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഗ്യാസ്കറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടോർക്ക്. ഹെഡ് മേളിലോട്ട് കയറ്റി വെച്ചു, ഹെഡ് നമ്മൾ ടോർക്ക് ചെയ്യണം. പ്രോപ്പറായിട്ട് നമ്മൾ ടോർക്ക് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും ഒരു എൻജിൻ ഫെയിലറിന് ചാൻസ് ഉണ്ടാകാനുള്ള ഒരു കേസാണ്. അപ്പോൾ കറക്റ്റ് സ്പെസിഫൈഡ് ടോർക്ക് അടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ HLA ഹൈഡ്രോളിക് ലാഷ് അഡ്ജസ്റ്റർ, ഇത് നമുക്ക് മാരുതിയുടെ സൂട്ടാവും. ഈവൻ ഷെവർലയുടെ കിട്ടുന്നില്ല എങ്കിൽ മാരുതിയുടെ വാങ്ങാം. മാരുതിക്ക് 16 എണ്ണത്തിൻ്റെ സെറ്റാണ് വരുന്നത്. ഹൈഡ്രോളിക് ലാഷ് അഡ്ജസ്റ്ററും അതിൻ്റെ റോക്കർ അസംബ്ലിയും 16 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. ഈ വണ്ടിക്ക് ഒരു സിലിണ്ടർ കുറവായതുകൊണ്ട് നമുക്കൊരു 12 എണ്ണം മതിയാവും. അപ്പം 12 ചിലപ്പം ലൂസ് കിട്ടും, ചിലപ്പം ഫുൾ എടുക്കേണ്ട കേസ് വരും. അങ്ങനെ പുതിയ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ലാഷ് അഡ്ജസ്റ്റർ എത്ര മോശമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതേപോലെ ഓയിൽ ഡിപ്പ് ചെയ്തിട്ട് സെയിം സ്വിഫ്റ്റിൻ്റെ ഒക്കെ ചെയ്യുന്ന അതേ പ്രൊസീജിയർ ഓയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് പ്രസ് ചെയ്ത് നോക്കിയിട്ട് കെട്ടണം. അപ്പോൾ ഇത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൽ കവറും ഇഞ്ചക്ടറും മറ്റുള്ള പമ്പും കാര്യങ്ങളൊക്കെ കയറ്റാം. വാൽ കവർ കയറ്റുമ്പോൾ ഇതേപോലെ ലോക്കാക്കി വെച്ചിട്ട് കയറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. വാൽ കവറോടെ കയറ്റി അതേപോലെ വാൽ കവറിൻ്റെ പാക്കിങ് സ്റ്റീൽ പാക്കിംഗ് ആണ്. അതിൽ വേറെ ബോണ്ട് ഇടാൻ പാടില്ല. എന്തെങ്കിലും നൈസായിട്ട് ഗ്രീസ് വെച്ചിട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് തേച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമില്ല. ഷെവർലയുടെ തന്നെ ജെന്യൂൻ ടൈമിംഗ് ചെയിൻ്റെ ടെൻഷനാവും. ഏകദേശം ഒരു 1300, 1750, 800 റേഞ്ചിലൊക്കെ വരുന്ന സാധനമാണിത്. അപ്പം ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. വേറെ ആഫ്റ്റർ മാർക്കറ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ജെന്യൂനാണ് ഇതുവരെ വെച്ചേക്കുന്ന വണ്ടിയിൽ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 2 സാധനം നമ്മൾ കറക്റ്റായിട്ട് ജെന്യൂൻ തന്നെ മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമ്മളിപ്പം ടൈമിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സ്വിഫ്റ്റിനെ പോലെ തന്നെ ഹെഡിൻ്റെ ടൈമിംഗ് ഇതേപോലെ മുകളിൽ നമുക്ക് 2 സൈഡിൽ നിന്ന് നമുക്ക് ലോക്ക് ആക്കാം. സെയിം സ്വിഫ്റ്റിൻ്റെ അതേ ടൈമിംഗ് ആണ് ഹെഡിൻ്റെയും ക്രാങ്കിൻ്റെയും സൈഡിൽ വരുന്ന ടൈമിങ്. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസർ ഷാഫ്റ്റാണ്. അപ്പോൾ ഹെഡിന് ഈ 2 സൈഡ് ഇതേപോലത്തെ ടൈമിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കിലെ
ടൈമിങ്, അടിയിൽ വരുന്ന ടൈമിങ് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച പോലെ ആ ടൈമിങ് ലോക്ക് ആക്കുക. ഓൾറെഡി നമ്മൾ ചെയിനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പുതിയത് ടെൻഷനർ ചെയ്തിട്ടുണ്ട്. ടെൻഷൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വീൽ അത്യാവശ്യം നല്ലതായതുകൊണ്ട് ക്യാം വീല് പഴയ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടെൻഷൻ എടുത്തു. പിന്നെ ബാലൻസറിൻ്റെ കാര്യം, ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാലും ബാലൻസർ ഇവിടെ ഫ്രീ ആണ്. അപ്പോൾ ബാലൻസറിന് ഈ കാണുന്നതാണ് ഈ സെൻറ്ററിലുള്ള ഹോള് നോക്കുമ്പോഴത്തേക്ക് ബ്ലോക്കിൽ നമുക്കൊരു ഹോള് കാണാം. അത് മാച്ചായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ട് അവിടെ നമുക്ക് ലോക്ക് ഇടണം. അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വാൽവോ അല്ലെങ്കിൽ എലങ്കി ഇട്ടുകയാണെങ്കിൽ ലോക്കാക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എലങ്കി ലോക്ക് ചെയ്യായിരുന്നു. എലങ്കി ഇട്ട് കറക്റ്റ് ലോക്കാക്കുക. എന്നിട്ട് വേണം നമ്മൾ ഫൈനലി ടൈമിംഗ് കവർ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ടൈമിംഗ് ഔട്ടായി കഴിഞ്ഞാൽ വമ്പൻ സീനാവും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ടൈമിംഗ് സൈഡിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശ്രദ്ധിക്കാതെ വന്ന വണ്ടികളുണ്ട്. അത് തുടർച്ചയായിട്ട് ഞാൻ അടുത്ത വീഡിയോകളിൽ എപ്പോഴെങ്കിലും ആഡ് ചെയ്യാം. ഇതേപോലെ ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു എലങ്കിയാണ് ഇപ്പോൾ നമ്മളിവിടെ കയറ്റി കറക്റ്റായിട്ട് ഇത് ലോക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിനി കറക്റ്റായിട്ട് ടൈമിംഗ് കവർ ഇതിൽ കയറ്റി വയ്ക്കുകയുള്ളൂ. ബാലൻസർ ഷാഫ്റ്റിൻ്റെ കാര്യം ഒഴികെ ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ സെയിം അതേ സ്റ്റൈൽ ടൈമിംഗ് ആണ്. ഇത് ഈ അടിയിലത്തെ ലോക്ക് പോലും ഫ്ലൈ വീലിൽ വരുന്ന ലോക്ക് പോലും സെയിം അതേ ലൊക്കേഷനിൽ തന്നെയാണ് വരുന്നത്. അതേപോലത്തെ ഒരു ടൂൾ ഇട്ടിട്ട് അതിന് പകരമാണെങ്കിൽ ബോൾട്ടോ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ വല്ലതും കയറ്റിയിട്ടാണെങ്കിൽ ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ അപ്പം നമുക്ക് മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ബാലൻസർ ഷാഫ്റ്റ്, അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ ലോക്ക്, അത് നോക്കിയാൽ കറക്റ്റ് നമുക്ക് ടൈമിംഗ് ഔട്ട് ആവുകൊണ്ട് സെറ്റാക്കാം. ഇനി കവർ വരുമ്പോഴും ഇതിനകത്തും നമുക്ക് ഇതിൻ്റെ ക്രാങ്ക് ഓയിൽ സീൽ, ഫ്രണ്ട് ക്രാങ്ക് ഓയിൽ സീൽ അല്ലെങ്കിൽ ഓയിൽ പമ്പ് സീൽ എന്ന് പറയും. ഇത് നമുക്ക് സ്വിഫ്റ്റിൻ്റെ യൂസ് ചെയ്യാൻ പറ്റും. അത് ഏതാണ്ട് 215 മുതൽ 230 സംതിങ് റേഞ്ച് വരും. ഇത് പിന്നെ ഒരു 35 രൂപയുടെ ഒരു ഗ്യാസ്കറ്റ് കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് മാരുതിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം, ഇഞ്ചൻ റീബിൽഡ് ചെയ്യുമ്പോൾ ഓയിൽ പമ്പും കൂടി സർവീസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന് സ്വിഫ്റ്റിനെ പോലെ പാക്കിംഗ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ബോണ്ടാണ്, കമ്പനിയും ബോണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ആകെയുള്ള ഒരു റബ്ബറിൻ്റെ ഓറിംഗ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇടുമ്പം സൂക്ഷിക്കണം. കറക്റ്റ് അതായിട്ട് കയറിയില്ലെങ്കിൽ ഓയിൽ ലീക്ക് വരും. ഓയിൽ പ്രഷർ മേളിലോട്ട് കയറുകയല്ല, അതിനകത്ത് എന്തെങ്കിലും പൊടി വീണാൽ വേറെ പല ഡാമേജ് വരും. പിന്നെ ക്ലച്ച് സെറ്റ് ഈ വണ്ടിയുടെ പോയതായിരുന്നു. ക്ലച്ച് സെറ്റ് നമ്മൾ പുതിയ എടുത്തു. ഇത് ആഫ്റ്റർ മാർക്കറ്റാണ് എടുത്തേക്കുന്നത്. എന്നിരുന്നാലും ഏകദേശം ഒരു 5700 ചില്ലുമാനം രൂപ റേഞ്ച് വരുന്ന ക്ലച്ച് സെറ്റാണത്. പിന്നെ വാട്ടർ പമ്പ് നമുക്ക് സുസുക്കിയുടെ ഇടാം. സുസുക്കിയുടെ ഏതാണ്ട് ഒരു 3 രൂപയ്ക്ക് എടുത്ത് വരും. വേറെ ടി വി എസിൻ്റെ ഒക്കെ ഉണ്ട്. 2400, 500, 600 പല വേറെ ബ്രാൻഡുകളുടെ ഉണ്ട്. അത് ടി വി എസും വലിയ കുഴപ്പമില്ല. അങ്ങനെ വാട്ടർ പമ്പ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ടർബോ ചാർജർ സർവീസ് ചെയ്യുമ്പോൾ ഏകദേശം 4800 രൂപയോളം വരും. ടർബോ കേടാണെങ്കിൽ നല്ല 12 13 രൂപ അതിന് മേളിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. ഡീസൽ ബ്ലീഡൊക്കെ ചെയ്ത് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. പ്ലസ് നമ്മുടെ വർക്ക്ഷോപ്പിലെ ലേബറൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടി കൂട്ടി നല്ലൊരു തുക തന്നെയാവും. പക്ഷേ വണ്ടി നമുക്ക് നല്ല ലോങ് ടൈം വരെ യൂസ് ചെയ്യാം. സംഭവം നോർമലി ക്രാങ്കിയിലാണ് സ്റ്റാർട്ടിങ്, കുഴപ്പമൊന്നുമില്ല. പൊടി പിടിച്ചിട്ടുണ്ട്, വണ്ടി കുറച്ചധികം കാലമായി കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. പിന്നെ ശരിക്കും ഇച്ചിരി കുറച്ച് കൂടുതൽ ഡിലേ ആയിരുന്നു. അത് ഈ വണ്ടി ഇത്രയും മെനക്ക് പോകാൻ വേണ്ടി തന്നെയാണ്. കാരണം വർക്ക്ഷോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിലേ ആയി കുറേ സാധനങ്ങൾ. പിന്നെ കസ്റ്റമറിൻ്റെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ തന്നെയാണ് ഈ വണ്ടി ഇത്രയും മെനക്ക് ഇത് പണിത് ഇവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന് തന്നെ ഞാൻ പറയും. ഇതിൻ്റെ ലൈഫ് കൂട്ടാനായിട്ടും ബാക്ക് കംപ്രഷനും പരമാവധി കുറയ്ക്കാനായിട്ട് നമ്മൾ കുറേ മോഡിഫിക്കേഷൻ വർക്കൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഒരു തേർഡ് പാർട്ടി ഇതിൻ്റെ വരുന്നുണ്ട്. അതിൽ ഞാൻ ഷെയർ ചെയ്യാം, വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് ഷെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ കാണുന്ന ഇൻ്റർകൂളർ ഡാമേജ് ആയിരുന്നു, നമ്മൾ റിപ്പയർ ചെയ്യിപ്പിച്ചെടുത്തുകൊണ്ട് അത് മാറേണ്ടി വന്നില്ല. അപ്പോൾ അത് റിപ്പയർ ചെയ്യിച്ചെടുത്തു. ഇനി നമ്മളിത് ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പം നോർമൽ വാട്ടറിൽ വണ്ടി റൺ ചെയ്തിട്ട് ഇഞ്ചൻ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് സ്മൂത്ത് ആക്കിയതിന് ശേഷം ബാക്കിയെല്ലാം ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കൂളൻ്റ് ആക്കിയിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് പോകും. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഫർദർ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് ഇൻസ്പെക്ട് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു വണ്ടിയുടെ വർക്ക് കഴിയാറായപ്പോഴത്തേക്കാണ് ഇത് വീണ്ടും ഒരു വീറ്റ് എഞ്ചിൻ പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട്. ടൈമിംഗ് ഔട്ടായിട്ട് ഓടി വന്നേക്കുന്ന വണ്ടിയാണ്. എന്തൊക്കെയാണ് ഇനി നോക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും വരും കാലങ്ങളിൽ കാണും. നമുക്ക് വീണ്ടും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.